കേരളത്തിൽ 100 ദിവസം തുടർച്ചയായി മഴ ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലങ്ങൾ സംസ്ഥാനത്തെ ജീവിതത്തിൻ്റെ മിക്കവാറും എല്ലാ മേഖലകളെയും ബാധിക്കുന്ന വിധത്തിൽ വിനാശകരമായിരിക്കും. സമൃദ്ധമായ പച്ചപ്പ്, ഉഷ്ണമേഖലാ കാലാവസ്ഥ, കനത്ത മൺസൂൺ മഴ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് കേരളം. എന്നാൽ മഴയ്ക്ക് പരിചിതമായ ഈ സ്ഥലം പോലും 100 ദിവസത്തെ നിരന്തരമായ മഴയെ നേരിടാൻ പാടുപെടും. പരിസ്ഥിതി മുതൽ പൊതുജനാരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, സമ്പദ് വ്യവസ്ഥ വരെ ഈ തുടർച്ചയായ മഴ ദശലക്ഷക്കണക്കിന് ആളുകളെ വിവിധ രീതികളിൽ ബാധിക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ ഉഷ്ണമേഖലാ കാലാവസ്ഥയും 2 പ്രധാന മൺസൂൺ മഴയും അനുഭവപ്പെടുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള വടക്ക് കിഴക്കൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഏറ്റവും കൂടുതൽ മഴ നൽകുന്നു. ഈ കാലയളവിൽ സംസ്ഥാനത്ത് ഗണ്യമായ അളവിൽ മഴ ലഭിക്കുന്നു. കേരളത്തിലെ നദികൾ, തടാകങ്ങൾ, കൃഷി, ആവാസ വ്യവസ്ഥ എന്നിവ ഈ മഴയെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ 100 ദിവസത്തെ തടസ്സമില്ലാത്ത മഴ തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരിക്കും. കാരണം ഇത് കേരളത്തിൻ്റെ പ്രകൃതി സംവിധാനങ്ങളെ അവയുടെ തകർച്ചയിലേക്ക് നയിക്കും. തുടക്കത്തിൽ തുടർച്ചയായ മഴ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ദീർഘകാലം നിൽക്കാത്ത മഴയാണ് തുടർച്ചയായ മഴ. ഇടവിട്ടുള്ള മഴയിലോ ഇടവേളകളിലോ സാധാരണ മഴ ലഭിക്കുമ്പോൾ തുടർച്ചയായ മഴ എന്നാൽ 100 ദിവസത്തേക്ക് ഒരു വിശ്രമവുമില്ലാതെ മഴ പെയ്യുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അന്തരീക്ഷത്തിൽ ന്യൂനമർദ്ദ സംവിധാനങ്ങളുടെ സാന്നിധ്യം, നീണ്ടു നിൽക്കുന്ന കാലവർഷം അല്ലെങ്കിൽ മഴയെ നിർത്തുന്നത് തടയുന്ന മറ്റ് കാലാവസ്ഥാ ഘടകങ്ങൾ എന്നിവ കാരണം ഇത് സംഭവിക്കാം. ഈ സാഹചര്യം കേരളം മുമ്പ് അനുഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഇത് സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും പ്രകൃതി സംവിധാനങ്ങളെയും അവയുടെ പരിധിയിലേക്ക് തള്ളിവിടും. അത്തരം തുടർച്ചയായ മഴയുടെ ആദ്യ പ്രധാന പ്രത്യാഘാതങ്ങളിലൊന്ന് കടുത്ത വെള്ളപ്പൊക്കമായിരിക്കും. കാലവർഷത്തിൽ കേരളം ഇതിനകം തന്നെ വെള്ളപ്പൊക്കം നേരിടുന്നുണ്ടെങ്കിലും ഇത് സാധാരണയായി താൽക്കാലികവും ചില പ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു. 100 ദിവസത്തെ നിരന്തരമായ മഴയിൽ സംസ്ഥാനത്തിലൂടെ ഒഴുകുന്ന നദികളും അരുവികളും അവയുടെ തീരങ്ങൾക്കപ്പുറത്തേക്ക് കവിയും. കേരളത്തിലെ നദികൾ ഇതിനകം തന്നെ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളവയാണ്, പ്രത്യേകിച്ച് കാലവർഷത്തിൻ്റെ കൊടുമുടിയിൽ. എന്നിരുന്നാലും തുടർച്ചയായ മഴയിൽ നിന്നുള്ള ജലത്തിൻ്റെ അളവ് സംസ്ഥാനത്തിൻ്റെ ഡ്രെയിനേജ് സംവിധാനങ്ങളെയും പ്രകൃതിദത്ത ജലസ്രോതസ്സുകളെയും മറികടക്കും. താഴ്ന്ന പ്രദേശങ്ങളെയും നദികൾക്കും തീരപ്രദേശങ്ങൾക്കും സമീപമുള്ള പ്രദേശങ്ങളെയും ഏറ്റവും കൂടുതൽ ബാധിക്കും. തെരുവുകളും വീടുകളും വെള്ളപ്പൊക്കത്തിൽ മുങ്ങും. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിൽ വെള്ളക്കെട്ട് നിത്യസംഭവമായി മാറുകയും ആളുകൾക്ക് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്യും. ഈ അളവിലുള്ള വെള്ളപ്പൊക്കം വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശമുണ്ടാക്കുക മാത്രമല്ല, ഗതാഗത സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. കേരളത്തിലെ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ എന്നിവ സംസ്ഥാനത്തിനകത്തും പുറത്തും ആളുകളുടെയും ചരക്കുകളുടെയും സഞ്ചാരത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ തുടർച്ചയായ മഴ റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാക്കുകയും അവ കടന്നുപോകാൻ കഴിയാത്തതാക്കുകയും ചെയ്യും. പ്രധാന ഹൈവേകൾ വെള്ളത്തിനടിയിലാകുകയും ചെറിയ റോഡുകൾ ഒഴുകിപ്പോകുകയും വാഹനങ്ങൾക്ക് യാത്ര ചെയ്യുന്നത് അസാധ്യമാക്കുകയും ചെയ്യും. റെയിൽവേ നെറ്റ്വർക്കിനെയും ബാധിക്കും. ട്രാക്കുകൾ വെള്ളത്തിനടിയിലാകും. ട്രെയിനുകൾ റദ്ദാക്കുകയും കാലതാമസം വരുത്തുകയും ചെയ്യും. റൺവേകൾ വെള്ളത്തിനടിയിലാകുകയും വിമാനങ്ങൾ വൈകുന്നതിലേക്കോ റദ്ദാക്കുന്നതിലേക്കോ നയിക്കുകയും ചെയ്യുന്നതിനാൽ വിമാനത്താവളങ്ങൾക്ക് സമാനമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. യാത്ര ചെയ്യാനുള്ള സാഹചര്യമില്ലായ്മ ആളുകൾക്ക് സുരക്ഷിത ഇടങ്ങളിലേക്കോ അവശ്യ സേവനങ്ങളിലേക്കോ എത്തിച്ചേരുന്നത് ബുദ്ധിമുട്ടാക്കും. തുടർച്ചയായ മഴ മൂലമുണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നം മണ്ണിടിച്ചിലിൻ്റെ അപകട സാധ്യതയാണ്. മലയോര ഭൂപ്രദേശത്തിന് പേരുകേട്ട കേരളം പലപ്പോഴും ഇടതൂർന്ന വനങ്ങളും സസ്യജാലങ്ങളും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. മണ്ണിനെ അവയുടെ വേരുകളുമായി ചേർത്ത് നിർത്തി മണ്ണൊലിപ്പ് തടയുന്നതിൽ ഈ വനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു. എന്നാൽ നിരന്തരമായ മഴ ലഭിക്കുമ്പോൾ മണ്ണ് സാച്ചുറേറ്റഡ് ആവുകയും അൺസ്റ്റേബിൾ ആവുകയും ചെയ്യുന്നു. മരങ്ങളുടെ വേരുകൾക്ക് മണ്ണിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഇത് മണ്ണിടിച്ചിലിലേക്ക് നയിക്കുകയും അത് മുഴുവൻ ഗ്രാമങ്ങളെയും നശിപ്പിക്കുകയും റോഡുകളിൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും. ഇത് ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. കേരളത്തിൽ മണ്ണിടിച്ചിൽ അസാധാരണമല്ലെങ്കിലും 100 ദിവസത്തെ തുടർച്ചയായ മഴ അവയുടെ ഫ്രീക്വൻസിയെയും ഇൻറ്റൻസിറ്റിയെയും ഗണ്യമായി വർദ്ധിപ്പിക്കും. മണ്ണിടിച്ചിലിന് പുറമെ കനത്ത മഴ നദീതീരങ്ങൾ നശിപ്പിക്കാനും കാരണമാകും. ഇത് വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കും.
കാർഷിക മേഖലയെയും ഇത് സാരമായി ബാധിക്കും. കൃഷി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ്. നെല്ല്, റബ്ബർ, തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ വിളകളുടെ കൃഷിക്ക് ഈ സംസ്ഥാനം പ്രശസ്തമാണ്. കേരളത്തിലെ മഴ സാധാരണയായി വിളകൾ വിതയ്ക്കുകയും വിളവെടുക്കുകയും ചെയ്യുന്ന സമയത്താണ്. കൂടാതെ കാലവർഷം കൈകാര്യം ചെയ്യുന്നതിനായി സംസ്ഥാനത്തിൻ്റെ കാർഷിക സംവിധാനങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. എന്നാൽ തുടർച്ചയായ മഴ കർഷകർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സാധാരണയായി കാലവർഷത്തിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന നെൽവയലുകൾ വിളകൾ മുങ്ങാൻ സാധ്യതയുള്ള വിധം വെള്ളത്തിനടിയിലാകും. റബ്ബർ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ മറ്റു വിളകൾക്കും കേടുപാടുകൾ സംഭവിക്കും. കാരണം അധിക ജലം ചെടികളെ നശിപ്പിക്കുകയും മണ്ണ് ഒഴുകിപ്പോകുകയോ ചെയ്യും. കനത്ത മഴ കീടങ്ങളുടെയും ഫംഗസ് രോഗങ്ങളുടെയും വർധനവിന് കാരണമാവുകയും വിളകൾക്ക് കൂടുതൽ ദോഷം വരുത്തുകയും ചെയ്യും. കർഷകർക്ക് അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുകയും ഭക്ഷ്യവിതരണം കടുത്ത തടസ്സങ്ങൾ നേരിടുകയും ചെയ്യും. ഇത് ഭക്ഷ്യക്ഷാമത്തിനും ഗ്രാമീണ സമൂഹങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. വിളകളെ നേരിട്ട് ബാധിക്കുന്നതിന് പുറമെ തുടർച്ചയായ മഴ മണ്ണൊലിപ്പിനും കാരണമാകും. സാധാരണയായി മണ്ണൊലിപ്പ് കാലക്രമേണ സംഭവിക്കുന്നു. എന്നാൽ നീണ്ടു നിൽക്കുന്ന മഴ ഈ പ്രക്രിയയെ വേഗത്തിലാക്കും. മഴവെള്ളം ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുമ്പോൾ അത് മണ്ണിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഉപരിതലമായ മണ്ണ് കൂടെ കൊണ്ടുപോകുന്നു. ഈ മേൽമണ്ണില്ലാതെ ഭൂമിയുടെ ഉൽപ്പാദനം കുറയുകയും ഭാവിയിൽ കർഷകർക്ക് വിളകൾ കൃഷി ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു. കൃഷിക്കായി വനങ്ങൾ നീക്കം ചെയ്ത പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഫലഭൂയിഷ്ഠമായ മണ്ണ് നഷ്ടപ്പെടുന്നത് കേരളത്തിൻ്റെ കാർഷിക ഉൽപ്പാദനക്ഷമതയ്ക്ക് ദീർഘകാല നാശനഷ്ടമുണ്ടാക്കും. 100 ദിവസത്തെ തുടർച്ചയായ മഴയിൽ പൊതുജനാരോഗ്യ സംവിധാനവും കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരും. കെട്ടിക്കിടക്കുന്ന വെള്ളം ജലജന്യ രോഗങ്ങൾ പടരാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ മലിനജലം ശുദ്ധജല സ്രോതസ്സുകളുമായി കലർന്ന് കോളറ, വയറിളക്കം, ടൈഫോയിഡ്, പനി തുടങ്ങിയ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ ഇടയാക്കും. കൊതുകുകൾക്ക് പ്രജനനം നൽകുന്ന ധാരാളം പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായാൽ മലേറിയ, ഡെങ്കി തുടങ്ങിയ കൊതുക് പരത്തുന്ന രോഗങ്ങളുടെ വ്യാപനവും വർദ്ധിക്കും. ആരോഗ്യ സംവിധാനം രോഗികളെ കൊണ്ട് നിറയുകയും പുതിയ കേസുകളുടെ നിരന്തരമായ വരവ് കാരണം ആശുപത്രികൾ ആളുകളെ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യും. ജലജന്യ രോഗങ്ങളുടെ അപകട സാധ്യതകളെക്കുറിച്ചും വെള്ളപ്പൊക്ക സമയത്ത് ശുചിത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് പൊതുജനാരോഗ്യ പ്രചാരണങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. തുടർച്ചയായ മഴയുടെ മാനസികാരോഗ്യ പ്രത്യാഘാതവും ഗണ്യമായിരിക്കും. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജലനിരപ്പ് വർദ്ധിക്കുന്നതിൻ്റെ നിരന്തരമായ ഭീഷണി സമ്മർദ്ദത്തിനും ഉത്കണ്ഠയ്ക്കും ഭയത്തിനും കാരണമാകും. വീടുകൾ, വിളകൾ, ഉപജീവന മാർഗം എന്നിവ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ആളുകൾ ആശങ്കാകുലരാകും. ഇതിനകം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവർക്ക് ഈ സാഹചര്യത്തെ നേരിടാൻ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. ദീർഘകാലത്തെ മഴ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുകയും മഴ എപ്പോൾ നിൽക്കും എന്നതിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ആളുകൾക്ക് സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടാൻ കാരണമാകും. ദുരന്തത്തെ തുടർന്ന് വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന നാശവുമായി പൊരുത്തപ്പെടാൻ ആളുകൾ ശ്രമിക്കുന്നതിനാൽ വിഷാദം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ സാധാരണമാകാൻ സാധ്യതയുണ്ട്. അത്തരമൊരു സംഭവത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതം വിനാശകരമായിരിക്കും. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കൃഷി, വിനോദസഞ്ചാരം, വിദേശത്ത് ജോലി ചെയ്യുന്നവരിൽ നിന്നുള്ള പണം എന്നിവയെ വളരെയധികം ആശ്രയിക്കുന്നു. വിളകളുടെ നഷ്ടവും അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശവും വൻ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകും. കർഷകർക്ക് അവരുടെ വരുമാനം നഷ്ടപ്പെടുകയും വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കാരണം ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയും ചെയ്യും. വെള്ളപ്പൊക്കത്തിലായ റോഡുകളും തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളും വിനോദസഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാൽ സംസ്ഥാനത്തെ ഒരു പ്രധാന മേഖലയായ ടൂറിസത്തെയും ബാധിക്കും. മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള ഫണ്ട് വഴിതിരിച്ചു വിടുകയും ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന് വലിയ തുക ചിലവഴിക്കേണ്ടി വരികയും ചെയ്യും. റിക്കവറി പ്രക്രിയയ്ക്ക് വർഷങ്ങളെടുക്കും. സമ്പദ് വ്യവസ്ഥ സാധാരണ നിലയിലേക്ക് മടങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഇത്തരം അങ്ങേയറ്റത്തെ മഴയെ കൂടുതൽ സാധാരണമാക്കും. കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥാ രീതികൾ കൂടുതൽ ക്രമരഹിതമാക്കുന്നതിനും കൂടുതൽ ഇടയ്ക്കിടെയുള്ളതും തീവ്രവുമായ മഴയ്ക്ക് കാരണമാകുന്നുവെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. സമുദ്രങ്ങളുടെയും അന്തരീക്ഷത്തിൻ്റെയും വർദ്ധിച്ചു വരുന്ന താപനില ശക്തമായ കൊടുങ്കാറ്റുകളിലേക്കും ദീർഘകാല മഴയിലേക്കും നയിക്കുന്നു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ കൂടുതൽ സാധാരണമാവുകയാണെങ്കിൽ മെച്ചപ്പെട്ട വെള്ളപ്പൊക്ക നിയന്ത്രണ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെയും
കടുത്ത കാലാവസ്ഥയെ നേരിടാൻ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെയും കേരളം പൊരുത്തപ്പെടേണ്ടതുണ്ട്. തുടർച്ചയായ മഴയുടെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് മെച്ചപ്പെട്ട വെള്ളപ്പൊക്ക പ്രവചനത്തിലും മുന്നറിയിപ്പ് സംവിധാനങ്ങളിലും കേരളം നിക്ഷേപം നടത്തേണ്ടതുണ്ട്. വിപുലമായ കാലാവസ്ഥാ ഉപകരണങ്ങൾക്ക് കടുത്ത മഴയുടെ വരവ് പ്രവചിക്കാൻ കഴിയും. ഇത് സർക്കാരിനെയും സമൂഹങ്ങളെയും അഡ്വാൻസായി പ്രിപ്പയർഡ് ആകാൻ അനുവദിക്കുന്നു. വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാൻ ഏർലി വാർണിംഗ് സിസ്റ്റം സ്ഥാപിക്കുന്നത് ഇതിൽ ഉൾപ്പെടും. കൂടാതെ വലിയ അളവിൽ വെള്ളം കൈകാര്യം ചെയ്യുന്നതിനായി സംസ്ഥാനത്തിൻ്റെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയും ദുർബലമായ പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിന് ശക്തമായ ഫ്ലഡ് ബാരിയേഴ്സ് നിർമ്മിക്കുകയും വേണം. വനനശീകരണം തടയുന്നതും മെച്ചപ്പെട്ട ഭൂമി പരിപാലന രീതികളും മണ്ണൊലിപ്പിൻ്റെയും മണ്ണിടിച്ചിലിൻ്റെയും അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതും നശിച്ച വനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതും മണ്ണിനെ സ്ഥിരപ്പെടുത്താനും കനത്ത മഴയിൽ അത് ഒഴിപ്പോകുന്നത് തടയാനും സഹായിക്കും. മണ്ണിൻ്റെ അസ്വസ്ഥത കുറയ്ക്കുന്ന സുസ്ഥിര കൃഷി രീതികൾ ഭൂമിയുടെ ഫലഭൂയിഷ്ഠത നിലനിർത്താനും മണ്ണൊലിപ്പ് സാധ്യത കുറയ്ക്കാനും സഹായിക്കും. ചുരുക്കത്തിൽ 100 ദിവസത്തെ തുടർച്ചയായ മഴ കേരളത്തിൽ വിനാശകരമായ പ്രത്യാഘാതമുണ്ടാക്കും. സംസ്ഥാനത്തിൻ്റെ പരിസ്ഥിതി, അടിസ്ഥാന സൗകര്യങ്ങൾ, സമ്പദ് വ്യവസ്ഥ, പൊതുജനാരോഗ്യം എന്നിവയെ സാരമായി ബാധിക്കും. വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, കാർഷിക നഷ്ടം, ആരോഗ്യ പ്രതിസന്ധികൾ എന്നിവ അമിതമാവുകയും ദീർഘകാല വീണ്ടെടുക്കലിന് വർഷങ്ങളെടുക്കുകയും ചെയ്യും. ദുരന്ത നിവാരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, കാലാവസ്ഥാ വ്യതിയാനം നേരിടുക എന്നിവയിൽ നിക്ഷേപം നടത്തുന്നതിലൂടെ ഭാവിയിലെ തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാനും ദീർഘകാല പ്രതിരോധ ശേഷി സൃഷ്ടിക്കാനും കേരളത്തിന് കഴിയും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.